വെൽക്കം ടു UK Ninjas on PSC ഓഡിയോ. ഈ ഓഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അടിയന്തരാവസ്ഥയാണ്. പ്രധാനമായിട്ടും 3 തരം അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദേശീയ അടിയന്തരാവസ്ഥ. അനുച്ഛേദം 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നത്. പിന്നീട് സംസ്ഥാന അടിയന്തരാവസ്ഥ. അനുച്ഛേദം 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. അനുച്ഛേദം 356. പിന്നീട് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അനുച്ഛേദം 360. അനുച്ഛേദം 360 ഇതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 3 അടിയന്തരാവസ്ഥയും, അതായത് ദേശീയ അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുന്നതാരാണ്? രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പ്രസിഡൻ്റ് പേരുകളും അതോടൊപ്പം പ്രധാനമന്ത്രി അതോടൊപ്പം പ്രതിരോധ മന്ത്രിയൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനുമായിരുന്നു. രണ്ടാം അടിയന്തരാവസ്ഥ കാലത്തെ പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രതിരോധ വകുപ്പ് മന്ത്രി ജഗ്ജീവൻ റാമായിരുന്നു. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രതിരോധ വകുപ്പ് മന്ത്രി സർദാർ സ്വരൺ സിംഗുമായിരുന്നു. ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 352. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ഒന്ന് യുദ്ധം, അതോടൊപ്പം വിദേശാക്രമണം, സായുധ വിപ്ലവം തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെയാണ്? 1962, 1971, 1975. ഓക്കെ. 1962 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതായത് ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ പ്രസിഡന്റ് VV ഗിരിയും അതോടൊപ്പം ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ചൈനീസ് ആക്രമണമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇത് വർഷമാണ് 1971 പ്രഖ്യാപിച്ചത്. VV ഗിരിയാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975. അതായത് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന ഏതാണ്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ്. പ്രഖ്യാപിച്ചതാരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന BD ജട്ടി ആയിരുന്നു. BD ജട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന ദേശീയ അടിയന്തരാവസ്ഥ ഏതായിരുന്നു? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയായിരുന്നു. 1971 മുതൽ 77 വരെ. ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എത്രയാണ്? അനുച്ഛേദം 382. ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി ഭരണം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ നീട്ടാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് പറയാം.